കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു വാർഡ് സഭയിൽ പോലും മണിക്കൂറുകളോളം ചർച്ച നടക്കാറുണ്ട്. എന്നാൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കി നടത്തുന്ന നമ്മുടെ പാർലമെൻറ്റിൻ്റെ അവസ്ഥ നാം പരിശോധിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നടക്കുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്ന് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഇത് ഒന്ന് ശ്രദ്ധിക്കുക. 1954 വർഷത്തിൽ 120-ലധികം ദിവസങ്ങൾ പാർലമെൻറ്റ് കൂടിയിരുന്നു. എന്നാൽ ഇന്ന് അത് കേവലം 60-70 ദിവസങ്ങളായി ചുരുങ്ങിയിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചർച്ചകളൊന്നുമില്ലാതെയാണ് പല പ്രധാനപ്പെട്ട നിയമങ്ങളും ബില്ലുകളും പാസ്സാക്കിയെടുക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. വിലക്കയറ്റത്തെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ രാജ്യം നേരിടുന്ന നാണ്യപ്പെരുപ്പത്തെക്കുറിച്ചോ അതേപോലെ അയൽവക്ക രാജ്യങ്ങൾ നമ്മുടെ ഭൂമി കയ്യേറുന്നതിനെക്കുറിച്ചോ ഒരു ചർച്ചയുമില്ല. ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് രൂപയാണ് പാർലമെൻറ്റ് നടത്താൻ നികുതിപ്പണമായി ചിലവാക്കുന്നത്. പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നു. ഭരണപക്ഷം ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരൻ്റെ ശബ്ദമാണ്. വിലക്കയറ്റത്തെക്കുറിച്ചോ ഒന്നും അവിടെ ഒരു ചർച്ചയല്ല. തൊഴിലില്ലായ്മയെക്കുറിച്ച് ഗൗരവമായ ഒരു ചർച്ച അവിടെ നടക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ സമ്മേളനം? ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന പാർലമെൻറ്റ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് ആയി മാറുകയാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്.